ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങയും അതുപോലെ തന്നെ നമ്മളുടെ മുതിരയും വെച്ചിട്ട് ഒരു പെരട്ടാണ്. ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പം മുതിര ഇല്ലെങ്കിൽ ഇതിന് പകരം വൻപയർ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കുക്കറിലോട്ട് ഞാൻ കുറച്ച് മുതിര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർന്ന മുതിരയാണ്. മുതിരയും അല്ലെങ്കിൽ ഇതുപോലത്തെ പയറ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് കുതിരാൻ സമയമില്ലെങ്കിൽ എങ്ങനെ കുതിർത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലതുപോലെ കുതിർന്ന മുതിരയാണെങ്കിൽ ഇത് കുക്കാക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 1-2 വിസിലും കൂടെ ഒന്ന് അടുപ്പിച്ചാൽ മതി. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വരുവേ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മത്തങ്ങയാണ്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള മത്തങ്ങ കേട്ടോ. ഞാനിവിടെ ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പോരാത്തതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതേ അത്യാവശ്യം നമ്മളുടെ മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുതിരയും അതിൻ്റെ കൂടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിനകത്ത് വെള്ളം ഒരല്പം കൂടുതലാണ്. നമ്മളിതെല്ലാം ഒന്ന് മാഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല പെരണ്ട രീതിയിൽ വരുന്ന രീതിക്ക് നമുക്കിത് വറ്റിച്ചെടുക്കണം. മത്തങ്ങയൊക്കെ ഒന്ന് ഉടച്ച് വരുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് എന്താ പറയുക കുറുകി വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളത് നമുക്കൊന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് തിളപ്പിച്ചൊന്നെടുത്താൽ മതി. പെട്ടെന്ന് റെഡിയാവും കേട്ടോ. അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അപ്പോൾ അതവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്കിത് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി അല്ലെങ്കിൽ സവാള, കുറച്ച് പച്ചമുളക്, ജീരകം, മഞ്ഞൾ പൊടി, പിന്നെ ഒരു 1-2 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അതേ ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാനേ. എന്നിട്ട് ചതച്ച മിശ്രിതം നമുക്ക് നമ്മളുടെ ആ മത്തങ്ങയും മുതിരയുടെ ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, കുറച്ച് നേരം വെച്ചതേ ഉള്ളൂ. വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് ചൂട് കയറ്റിയെടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയൊക്കെ പച്ചക്കയില ചേർത്തിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചൊവ കാണും. ആ ഒരു പച്ച ചൊവ മാറാൻ വേണ്ടി മാത്രം നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചൂട് കയറ്റിയെടുക്കും. അപ്പോൾ ആ ചൂട് കയറുന്നത് ആ സമയം കൊണ്ട് തന്നെ നമ്മളുടെ തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരുന്നതായിരിക്കുമേ. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് ചൂട് കയറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും മതിയാകും. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഉപ്പ് പോരായ്ക തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെയില്ല. കടുക് താളിച്ച് ഒഴിക്കണം. കടുകൊക്കെ താളിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും പറയാണ്, വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക്, വറ്റൽമുളക്, ചുവന്നുള്ളി, പിന്നെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെരട്ടിൻ്റെ റെസിപ്പിയാണിത്. അപ്പം ഇതുണ്ടെങ്കിൽ അങ്ങനെ അധികം നോൺ വെജിൻ്റെ ആവശ്യമൊന്നുമില്ല. എരിശ്ശേരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുതേ. അപ്പം ഇതുപോലെയുള്ള ഒരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരേക്കും ബായ്.